ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥി മദ്യവും പണവും നൽകി വോട്ട് പിടിക്കുന്നുവെന്ന ആരോപണം കൂടുതൽ ചർച്ചയാക്കാൻ LDF. കോളനികളിൽ മദ്യവും പണവും നൽകിയാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് വിജയിച്ചത് എന്നാണ് LDFന്റെ ആരോപണം. എന്നാൽ ആരോപണത്തോട് പ്രതികരിക്കാതെ അടൂർ പ്രകാശ് ഒഴിഞ്ഞുമാറി. കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ പിടിക്കാൻ അടൂർ പ്രകാശ് കോളനികളിൽ മദ്യമൊഴുക്കിയെന്നാണ് LDFന്റെ ആരോപണം. ഇത്തവണ മദ്യവിതരണത്തിന് ശ്രമിച്ചാൽ പ്രത്യാഘാതമുണ്ടാകുമെന്നും വി ജോയ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരുന്നു. കോളനി പ്രദേശങ്ങൾ, അതായത് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന കോളനികൾ മാത്രമല്ല, ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശങ്ങളെ സെലക്ട് ചെയ്തിട്ട് അവിടേക്ക് ഒരു ടീമിനെ അയക്കുക, എന്നിട്ട് അവിടത്തേക്ക് കാശ് കൊടുക്കുക, മദ്യം കൊടുക്കുക. അടൂർ പ്രകാശിനെതിരെയുള്ള ആരോപണം മണ്ഡലത്തിലാകെ ചർച്ചയാക്കാനാണ് LDFന്റെ നീക്കം. എന്നാൽ വി ജോയുടെ ആരോപണത്തിന് അടൂർ പ്രകാശ് മറുപടി നൽകിയില്ല. വി ജോയ് എനിക്ക് മറുപടി അർഹിക്കുന്നില്ല, അതിന് മറുപടിയില്ല. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് മദ്യവും പണവും വിതരണം ചെയ്തുവെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ആരോപണമുയർന്നിരുന്നു. ആവർത്തിച്ചു വരുന്ന LDF പ്രചരണത്തെ അവഗണിക്കുകയാണ് UDF. മറുപടി പറഞ്ഞ് ചർച്ച കൂടുതൽ സജീവമാക്കേണ്ടതില്ലെന്ന് അടൂർ പ്രകാശും കരുതുന്നു. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അതിൽ പാലോട് തുടർന്നു. അതിൽ അങ്ങനെ ഒരു ആക്ഷേപം, അതിനോട് പ്രതികരിക്കാൻ എന്തായാലും അടൂർ പ്രകാശ് തയ്യാറല്ല. അത് ഉയർത്താനാണോ LDF നീക്കം? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയാണ് ആറ്റിങ്ങൽ. സ്വാഭാവികമായും സമ്പത്ത് ആവർത്തിച്ച് ജയിച്ച മണ്ഡലമാണ്. എന്നിട്ടും LDFന്റെ കയ്യിൽ നിന്ന് അത് UDF തട്ടിയെടുത്തു. അത് അടൂർ പ്രകാശാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ചുക്കാൻ പിടിക്കുകയും ചെയ്തത്. ഈ പ്രവർത്തനങ്ങളിൽ മദ്യവും പണവും ഒഴുക്കിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിച്ചത് എന്നാണ് LDF വാദം. ആ LDFന്റെ പ്രചരണം കൂടുതൽ സജീവമാക്കി മണ്ഡലത്തിലാകെ പ്രചരണ യോഗങ്ങളിലടക്കം കഴിഞ്ഞ തവണ വിജയിച്ചത് LDFന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. എന്നാൽ കഴിഞ്ഞ തവണ മദ്യവും പണവും കൊടുത്ത് ആളുകളെ വരുതിയിലാക്കിയാണ് അടൂർ പ്രകാശ് ജയിച്ചത് എന്ന പ്രചരണം കൂടുതൽ ശക്തമാക്കും. എന്നാൽ ചർച്ച കൂടുതൽ സജീവമാക്കുന്നത് ചർച്ച കൂടുതൽ സജീവമാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് അടൂർ പ്രകാശ് ഉള്ളത്. അടൂർ പ്രകാശ് പറയുന്നതനുസരിച്ച് ഈ കാര്യങ്ങൾ മറുപടി അർഹിക്കുന്നില്ല, ഈ ആരോപണങ്ങൾക്ക് താൻ മറുപടി പറയേണ്ടതുമില്ല എന്ന് പ്രതികരിക്കുകയാണ്. മറുപടി കൃത്യമായി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു റിപ്പോർട്ട് TV ചോദിച്ച ചോദ്യങ്ങൾക്ക്. ഏതായാലും ഈ വിഷയം കൂടുതൽ ആറ്റിങ്ങലിൽ വലിയ സജീവ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അടൂർ പ്രകാശ് ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, കോളനികൾ കേന്ദ്രീകരിച്ച് മദ്യക്കുപ്പികൾ നൽകുന്നു, പണം നൽകുന്നു എന്നുള്ളത്. എന്നാൽ അതിനെ നിഷേധിക്കുകയാണ്. ആരോപണങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അടൂർ പ്രകാശും UDF ക്യാമ്പും. അതിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. ആറ്റിങ്ങൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്, ഏറ്റവും ശക്തിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്.